ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ? ഇന്ന് നമ്മള് ഒരു ഷെൽട്ടറിൽ നിന്ന് ഒരു റോഡ് വീലറിനെ അഡോപ്റ്റ് ചെയ്യാൻ പോവാണ്. അതും 1.5 വയസ്സുള്ള റോഡ് വീലർ. 1.5 വയസ്സുള്ള റോഡ് വീലറോ? അഗ്രസീവ് ആയിരിക്കും അല്ലേ? വരുന്നുണ്ടോ? നമുക്ക് അതിൽ കയറിയല്ലോ. അശ്വനെ, നമുക്ക് ഇവനെ എവിടെ നിന്ന് കിട്ടിയത്? എടാ എവനെ വഴിന്ന് വെച്ച് കണ്ടതോ? ബ്ലിപ്പെന്നൊരു ശബ്ദം. ബോട്ടേ ഉള്ളൂ, 2 ബോട്ടും കൂടെ ഇറക്കിയ അയാൾക്ക് കഞ്ഞൂടി മുട്ടി കിട്ടും. അയാളത്ത് ജീവിച്ചു പോണത്. അജിൻ, ഇന്നത്തെ പരിപാടി എന്താ? നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയൊരു മെമ്പർ. നീ കേറ്. ആരെന്ന് പറ? സർപ്രൈസ് കേറ്. അജിൻ, നമ്മളിപ്പോ ടോബിയുടെ വീട് എത്തിയിട്ടുണ്ട്. ടോബിയെ കാണുന്നില്ല. അവൻ നടന്നു വരുന്നുണ്ട്. ബ്രോ, ഇന്നത്തെ പരിപാടി എന്താ? സർപ്രൈസ് ആണ്, വഴിയാ പറയാം. ഇന്ന് ഒടുക്കത്തെ സർപ്രൈസ് ആണെന്നല്ലോ അജിനെ. നമ്മള് സർപ്രൈസ് ആവുമെന്ന് അറിയില്ല. അജിൻ, നീയെങ്കിലും പറ, ഓഡിയൻസ് നിന്റെ ഇതിനു വേണ്ടി കേട്ടിരിക്കോ? അറിയാലോ, നമ്മുടെ ഫാമിലിയിലേക്ക് നീ ഒന്ന് മാറി. എനിക്ക് വണ്ടി ഏതെങ്കിലും ഇടയിൽ കയറും. അജിനെ, നല്ല മഴ പെയ്യുമെന്നല്ലോ. കാറെടുത്ത് തന്നല്ലേ? പിന്നെ എങ്ങനെ? എടാ, നീ ടോബിയുടെ അടുത്ത് ചോദിക്കും. ടോബിയാണ് നമ്മുടെ. ടോബി എക്സൈറ്റഡ് ആണോ? നമ്മളെ എനിക്ക് പറഞ്ഞാലോ ഇപ്പൊ തന്നെ. എടാ, ഇപ്പൊ പറയണ്ട, നമ്മള് സർപ്രൈസ് അല്ലേ കൊടുക്കുന്നത്. നമുക്ക് എന്തുകൊണ്ടാണ് ഈ തീരുമാനത്തിൽ എത്തിയെന്ന് അപ്പൊ പറയാം. അത് നമുക്ക് തിരിച്ചു വരുന്ന വഴി പറഞ്ഞാലും മതി. ഒരു സ്നേഹിയായെന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്കത് തിരിച്ചു വരുന്ന വഴി പറഞ്ഞാ പോരെ? ഓ, ഇപ്പഴേ പറയാം. നീ പോ. ഞാൻ ഇല്ലാത്ത വിഷമമാണ്. ടോബി, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ? ഇന്ന് നമ്മള് ഒരു ഷെൽട്ടറിൽ നിന്ന് ഒരു റോഡ് വീലറിനെ അഡോപ്റ്റ് ചെയ്യാൻ പോവാണ്. അതും 1.5 വയസ്സുള്ള റോഡ് വീലർ. 1.5 വയസ്സുള്ള റോഡ് വീലറോ? അഗ്രസീവ് ആയിരിക്കും അല്ലേ? അതറിയത്തില്ല, നമ്മളിന്ന് പോയി കാണണം. കണ്ടിട്ടില്ല, കടിക്കുമെന്നറിയില്ല. എടാ, നിനക്ക് എങ്ങനെയാ ഇങ്ങനെ ഒരു ടോബിയുടെ മനസ്സ് സമ്മതിക്കണം. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ്, ഷെൽട്ടറിന്റെ ആഡ് ആയിരുന്നു. ട്രിവാൻഡ്രം പീപ്പിൾ ഫോർ അനിമൽസ് എന്ന് പറഞ്ഞൊരു ആഡ്. ഓ, അതുവഴി കണ്ടായിരുന്നു. അതുവഴി കണ്ടതാ. ഓക്കെ, ഇത് എവിടെ ആയിട്ട് വരും? ഇവിടെ നിന്ന് ഒരു 10-30 കിലോമീറ്റർ ഉണ്ടല്ലോ. നമ്മുടെ ഏരിയയിൽ നിന്ന് ഒരു 10-30 കിലോമീറ്റർ മലയും കീഴും കഴിഞ്ഞ് പോകണം. ഓക്കെ. അവ എങ്ങനെ തീരുമാനത്തിലെത്തിയെന്ന് ചോദിക്കുന്നത്? എടാ, നീ എങ്ങനെയാ നീ ഇങ്ങനെ ഒരു 1.5 വയസ്സ്, അത് 1.5 വയസ്സുള്ള റോഡ് വീലറിനെ അഡോപ്റ്റ് ചെയ്യാന്നൊരു തീരുമാനത്തിൽ എത്തിയ? അത് ഒരു കുഞ്ഞിനെ വാങ്ങിച്ച് വളർത്തുന്നതിനെ കാട്ടി മെച്ചോർഡ് ആയിട്ടുള്ള ഒരു പട്ടി, അതൊരു ഷെൽട്ടറിൽ നിൽക്കുന്ന പട്ടീനെ അഡോപ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് തോന്നി. അപ്പൊ നീ പട്ടിക്ക് ഒരു ജീവിതം കൊടുക്കാൻ പോവാണ്. ഒരു വീട് കൊടുക്കാൻ പോവാണ്. പട്ടിക്ക് വീട്. അപ്പൊ ആഹാരം കൊടുക്കില്ല? അജിൻ, നിനക്ക് ഇതേപോലെ ഒരു പട്ടിയെന്ന് പറയാൻ പറ്റില്ല, ഒരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്തൂടെ? റീസെന്റ് ആയിട്ട് ഒരാൾ മരിച്ചു. കുറച്ച് ടൈം എടുക്കും അത്. അപ്പൊ നീ ആ ഒരു വിഷമത്തിലാണോ? കുറച്ചുണ്ട് ബ്രോ. കുറച്ച് 7-8 വർഷം ഒരുമിച്ചായിരുന്നു നമ്മളിവിടെ. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മതി. ടോബി, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല ബ്രോ, ഞങ്ങളുടെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു നേരത്തെ, ഒരു കൊച്ചു പട്ടി, ഒരു ലെസാപ്സോ. ഓക്കെ. അത് ഓടിപ്പോയി. എടാ, കരയില്ലടാ. കണ്ണാടി കൊണ്ട് തുടച്ചു. എടാ, അപ്പൊ എങ്ങനെയാന്ന്? പട്ടിക്ക് പേര് വല്ലതും തീരുമാനിച്ചോ? പട്ടി 1.5 വയസ്സായല്ലോ, അതിന് ഓൾറെഡി പേരുണ്ട്. റോക്കി. റോക്കി എന്നാണ് പട്ടിയുടെ പേര്. ഡോഗിന്റെ പേര് റോക്കി എന്നാണ്. ആ പേരെങ്ങനുണ്ട്? അപ്പൊ നീ എക്സൈറ്റഡ് ആണോ? വളരെയധികം. ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് വീട്ടിൽ ആർക്കും അറിയില്ല. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ടറിഞ്ഞ അതൊരു സർപ്രൈസ് ആയിരിക്കും നമുക്ക്. ടോബി, അപ്പൊ വീട്ടിൽ എന്താന്ന് പറയാൻ പോകുന്നു? വീട്ടില് വഴിതെറ്റി ഒരു കുഞ്ഞാട്, കുഞ്ഞു പട്ടി വീട്ടിൽ വന്ന് കയറി. ഞാൻ അതിന് ആഹാരം കൊടുത്ത്, വീട് കൊടുത്ത്, അങ്ങനെ പറയണം. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് വെളിയിലും പട്ടി അകത്ത് പട്ടീനെ ഭാഗത്ത് കയറ്റും ചിലപ്പോ.
നിന്നെ കളയത്തില്ല. എന്ന് പറഞ്ഞ ചിലപ്പോ അതിനെ കേട്ടിട്ട് എന്നെ ഇറക്കി വിടും. അങ്ങനെ ചെയ്യത്തില്ല, നീ മോനല്ലേ. വഴിയറിയാം. അപ്പൊ നമുക്ക് നിനക്ക് എന്തേലും പറയാനുണ്ടോ ഇനി? പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അഡോപ്റ്റ് ചെയ്യണതിന് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അവര് ഫോണില് കുറച്ച് അതാണ് നമ്മൾ പറയണ്ട. ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്ന പോലത്തെ രീതിയിലുള്ള കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്യുന്നത്. നമ്മള് ഒരു കടയിൽ പോയി ഒരു പട്ടീനെ മേടിക്കുകയാണെങ്കിൽ നമ്മൾ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് പൈസ കൊടുക്കുന്നു, മേടിക്കുന്നു. പക്ഷെ ഒരു പട്ടീനെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അവര് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടും വീടും നമ്മൾ അതിനെ നോക്കാൻ കേപ്പബിൾ ആണോ എന്നൊക്കെ നോക്കിയിട്ടേ നമുക്ക് തരത്തുള്ളൂ. അത് നമ്മളിപ്പോൾ പോയി പട്ടിയെ കണ്ട് നമുക്കത് തന്നെ നോക്കാൻ പറ്റും. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ വന്ന് നമ്മുടെ വീട് കാണും. വീട് കോമ്പൗണ്ട്, പട്ടി ഓടിപ്പോവോ, പട്ടി സേഫ് ആണോ എന്നൊക്കെ നോക്കും. പിന്നെ ഈ അഡോപ്റ്റ് ചെയ്യുന്ന പട്ടീനെ നമുക്ക് കേജിലൊന്നും ഇടാൻ പറ്റില്ല, കെട്ടിയൊന്നും ഇടാൻ പറ്റില്ല, അതിനെ തുറന്നു വിട്ടേക്കണം. അപ്പം അങ്ങനെ വിടുമ്പോൾ അത് ചാടി പോകാതിരിക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ വീട്ടിലുണ്ടോയെന്ന് നോക്കാൻ അവർ വരും. ഇപ്പം ആദ്യം നമുക്ക് ആ പട്ടിയെ നോക്കാൻ പറ്റുമെന്ന് നമ്മൾ പോയി നോക്കണം. അതിനാണ് ഇന്ന് പോകുന്നത്. അപ്പോ നമ്മൾ പോകുന്നത് അഗ്രസീവ് ആയിട്ടുള്ള ഒരു റോഡ് വീലർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, അഗ്രസീവ് ആണോ, അറിയണം. നമ്മുടെ ഇന്ത്യയില് കേരളത്തിലുള്ള അമ്മമാര് വളർത്തിയ റോഡ് വീലർ ആയിരുന്നെങ്കിൽ കൈകൊട്ട് പാപ്പം തിന്നാൻ കൈകൊട്ട് അങ്ങനെ ചിലപ്പോ കൊട്ടുന്ന റോഡ് വീലറും ആവാം. നമുക്ക് പോയി നോക്കാം. അങ്ങനെ റോഡ് വീലർ എന്തായാലും ഉണ്ടാവും. അജിനെ അങ്ങനത്തെ റോഡ് വീലറൊക്കെ ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന സ്നേഹം പോലെ ഇരിക്കും, അത് നമ്മളെടുത്ത് തിരിച്ചു കാണിക്കുന്നത്. ഓക്കെ, എന്തായാലും ഷെൽട്ടറിലല്ലേ, അപ്പൊ എന്തായാലും ഒരു ഓണർ കഴിഞ്ഞതാണ്. അപ്പൊ അവന് അത്ര വിഷമം കാണും. ആ വിഷമത്തിൽ വെക്കും നിന്നേക്കാം. ആ വിഷമത്തിൽ ഓണർ ഇല്ലാതെ വിഷമത്തിൽ ഇരിക്കുന്ന ഒരു ഡോഗിനൊരു ഓണർ ആവുമ്പോ അതിന് സന്തോഷമാവേണ്ടതാണ്. നീ ഭയങ്കര സന്തോഷത്തിലാന്ന് തോന്നുന്നു. ഞാൻ എക്സൈറ്റഡ് ആണ്, സന്തോഷത്തിനേക്കാൾ ഉപരി. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പട്ടീനെ. എന്തേ, ഒരു അനിയനെ കിട്ടുന്ന സന്തോഷത്തിലാണോ? എടാ പറയടാ, ഒരു അനിയനെ കിട്ടുന്ന, നീ എങ്ങനെയാ സീരിയസ്ലി ഒരു അനിയനെ കിട്ടുന്ന പോലെയല്ലേ? കുഞ്ഞിനെ കിട്ടുന്ന പോലെ, ഒരു കുഞ്ഞനിയനല്ലേ കുഞ്ഞ്. ഗൈസ്, അങ്ങനെ നമ്മള് ഷെൽട്ടർ ഹോമിൽ എത്തിയിട്ടുണ്ട്. ടോബി ആന്നേല് അവരെ വിളിച്ചോണ്ടിരിക്കുക, അവരാന്നേല് ഫോൺ എടുക്കുന്നില്ല. നല്ല മഴ ഉണ്ട്. അജിന്റെ ഇവിടെ മഴയത്ത് ചക്കവറ്റിൽ നിന്നോണ്ടിരിക്കുക. അതാണ്ട് ഒരു ഫോൺ എടുക്കുന്നില്ല ഗൈസ്. ഫോൺ അടിച്ചാലോ ഗൈസ്? അങ്ങനെ ടോബിയെ ഷെൽട്ടർ ഹോമിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അടുക്കൂടെ പോ. അവര് പറയുന്നത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് എടാ, താഴത്തെ ഗേറ്റ് എന്നാ പറഞ്ഞേ. ടോബി ഇപ്പോഴും എക്സൈറ്റഡ് ആണോ? അജിനെ നീയാ? ഗൈസ്, അങ്ങനെ നമ്മള് ടോബിനെ ഷെൽട്ടറിലാക്കാൻ വന്നിരിക്കുവാണ്. ബൂസ്റ്ററൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഓ, ടോബി എങ്ങനെ ഇഷ്ടപ്പെട്ടോ? നമുക്ക് പോയി ഒരു ഷീറ്റ് വാങ്ങിച്ചിട്ട് വരാം. തൊട്ടടുത്ത് കടയുണ്ടല്ലോ. ടോബി ടോബി പുതിയ അനിയനെ കിട്ടിയല്ലോ. എടാ, അത് മൈൻഡ്.
മറ്റേ പട്ടിയുടെ പേരറിയോ? വിസ്കി. അക്കൗണ്ടിന്റെ പേര് ഓർമ്മ ഉണ്ടോ? സോഡ ആൻഡ് വിസ്കി. ഓ അവളതിന് വിസ്കി എന്നിട്ട് ടോബി എങ്ങനെയാന്ന് ഇഷ്ടപ്പെട്ടോ? അജിനെ എങ്ങനെയുണ്ട് സാധനം? ഒരു പട്ടി മേടിക്കുമ്പോൾ അതിന്റെ പിറകെ വേറൊരു പട്ടി ഫ്രീ. അനിയനും ചേട്ടനും നടന്നു പോകുന്ന പോലെ ഉണ്ട്. ടോബി കണ്ണാടി വെച്ച പട്ടിയും അജിനെ നീ അതിനെ അഡോപ്റ്റ് ചെയ്തോ? ഇല്ല, ആ പട്ടി അജിനെ അഡോപ്റ്റ് ചെയ്തു. ഇഷ്ടം തോന്നി വരുന്നതാണ്, മനസ്സിലായോ? അതെ, ഇവിടെ കൈയൊക്കെ ഒന്ന് കഴിയണം. നമ്മൾ അങ്ങോട്ടാ പോകുന്ന ഇപ്പൊ? നീ അറിഞ്ഞ നമ്മളൊരു ടോബിക്ക് ഒരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്യാൻ പോയത്? അതിനെ പറ്റി ടോബി ഇപ്പൊ പറയും. നീ ഇത് പറ, നമ്മളിപ്പോ എങ്ങോട്ട് പോകുന്ന? അരിയപ്പുറം പോണോ അമ്പൂരി പോണോ? വിച്ച് അവർ പ്ലേസ് ഇസ് അടിപൊളി. അമ്പൂരി. നിനക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് എവിടെ പോയാലും കുഴപ്പമില്ല. അമ്പൂരി. നിനക്കോ ടോബി? അമ്പൂരി പോ. ഒറ്റ മൈൻഡ്. നമ്മുടെ കൂട്ടുകാരൻ അജിത്തിനെ എവിടെ നിന്ന് കിട്ടിയെന്ന് നിനക്ക് അറിയോ? എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, പറഞ്ഞൂടാ നമ്മൾ എവിടെ നിന്ന് ഇവനെ കിട്ടിയത്. തമിഴ്നാട്. അശ്വനെ, നമുക്ക് ഇവനെ എവിടെ നിന്ന് കിട്ടിയത്? എടാ എവനെ വഴിന്ന് വെച്ച് കണ്ടതാ, ചുമ്മാ. ലുങ്കിയൊക്കെ കൊടുത്തിരിക്കുന്നു. ഇവിടത്തെ ആളാണ് എടാ ഇത് നൈസാ വണ്ടിയോ, ഫോട്ടോ എടുക്കാൻ ഇച്ചിരി കൊള്ളാല്ലേ. പട്ടീനെ എടുത്തിട്ട് ഇവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു, ഇതിന് തിരിച്ചുകൊണ്ട് കൊടുക്കായിരുന്നു. അഡോപ്ഷന്റെ കാര്യങ്ങൾ എന്തായി? നമ്മൾ പോയി ഡോഗിനെ കണ്ടു, അവിടുത്തെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളുടെ വീടും പരിസരവും മീൻസ് കോമ്പൗണ്ട് വാൾ എങ്ങനെയാണ്, സ്ഥലം എങ്ങനെയുണ്ട്, കെട്ടിയിട്ടാണോ വളർത്തുന്നതെന്നൊക്കെ നോക്കാനായിട്ട് അവിടെ നിന്ന് ആൾക്കാർ വരും. അത് കണ്ട് അവർക്ക് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് അവരെ പട്ടിയെ കൊണ്ടുതരും, അല്ലെങ്കിൽ നമ്മൾ പോയി കളക്ട് ചെയ്യും. അതുവരെയാണ് ആയിട്ടുള്ളത്. നിനക്ക് എങ്ങനെയാ പട്ടി ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു, അത്യാവശ്യം അടുക്കുന്നുണ്ട്, ഇണങ്ങുന്നുണ്ട്, ഓക്കെയാണ്. അജിനെ നിനക്ക് എന്താന്ന് പട്ടി ഇഷ്ടപ്പെട്ടോ? അത് വരുന്നുണ്ടോ? നമുക്ക് കയ്യിൽ കയറിയല്ല. കുറച്ച് കോസ്റ്റ്ലിയാണ്, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അജിന്റെ അടുത്ത് ചോദിച്ച് ലൂസാണോ കൊടുക്കുമെന്ന് വെച്ചാൽ അത് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. നീ എന്നെ കാണി, അത് നോക്ക് നീ. എന്നിട്ട് നമുക്ക് കുറച്ച് കാലം മറ്റേ ഏതൊരു സിനിമയല്ലേ മറ്റേ ജയമിന്റെ വീട്, എങ്കിൽ നമുക്ക് ആയിട്ട് പോയാലോ? വള്ളത്തിലിരുന്ന് അങ്ങ് വ്ളോഗ് ചെയ്യായിരുന്നു. ബോട്ടിലാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. നമ്മളിപ്പോ റേറ്റ് ഒന്നും പറഞ്ഞില്ല പുള്ളി. ഇപ്പൊ ചുമ്മാ കുറച്ച് ഒരു റൗണ്ട് പോയിട്ട് വരാം കേട്ടോ. നിങ്ങൾ പോകുന്നുണ്ടോ? എന്തായിരുന്നു 200 മൊത്തം? കേറിക്കോ. 200 രൂപ ഉണ്ടോ? 100 നാലുപേരും നടുക്കിരുന്നു വെയിറ്റ്
നീ കണ്ടാ നീ അങ്ങോട്ടൊരു ചായ ഇങ്ങോട്ടിരിക്കും. മഴക്കോളൊക്കെ പോയി. അതല്ലേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു. അജിനെ തൊഴണം. നമ്മളങ്ങ് പോയിട്ട് വരാനും മഴയല്ലേ. നമ്മളങ്ങനെ അജിന് പട്ടി പിടുത്തത്തിന് പോയ നമ്മള് ബോട്ടിലെത്തിയിരിക്കുകയാണ്. വാച്ചിന്റെ അതില് കാണുള്ളൂ. കാണിച്ചു കൊടുക്കുക. അവിടെ കണ്ടിട്ടുണ്ടെന്ന് പള്ളിയുടെ അവിടെ ഒരു ചുറ്റും കറങ്ങി വരാം. നടക്ക് കൊണ്ടു പറഞ്ഞ് മനസ്സിലാക്കി ഇവനെയൊക്കെ. വർഷങ്ങളായിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. നെക്സ്റ്റ് ടൈം അജിൻ എത്തുമ്പോ എടുക്കയിൽ ചോദ്യം കൊടുക്കാൻ പറ്റില്ല. വ്ളോഗിലെല്ലാം വരും. എന്നിട്ട് പറയാം കർത്തവന്മാരുടെ സ്ഥലവും എല്ലാം പറയാം. സ്വയമേ ഒരു പേടി. എന്തിണ്ടാ കണ്ണമ്മല തോട്ടിലിറക്കാന്. ചന്ദ്രക്കല പോലൊരു കപ്പൽ. പിന്നെ അവരാരും കണ്ടിട്ടില്ല. ബ്ലിപ്പെന്നൊരു ശബ്ദം. അജിനെ പോലെയുള്ള അജിന് ഇതൊക്കെ കട്ട് ചെയ്തള വീഡിയോ. ഇറങ്ങടാ. ഇറങ്ങണ ഇതിന് അജിൻ ബോട്ട് റൈഡ് ഒക്കെ ഉണ്ട്. നൈസ് നൈസ്. എന്നിട്ട് നാണോ എന്തൊരു ആൾക്കാരിക്കുമ്പോ നാണോ? അജിൻ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് ട്രിപ്പ് ആയിരുന്നു. ഇത് ഡോഗ് അഡോപ്ഷൻ ആയിരുന്നു നമ്മുടെ. മായങ്കടമെന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. നൈസ് അല്ലേ? ഈ മായങ്കടവിലോട്ട് വരാനുള്ള ആ ഒരു പ്രചോദനം എന്തായിരുന്നു? നമ്മുടെ അജിത്, നമ്മുടെ ഡോൺ അജിത്, അവനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ കാണിച്ചു കൊടുക്കാം. ഡോൺ അജിത്. അശ്വൻ എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ബോട്ട് ചട്ടിയിലെ യാത്ര? ചട്ടി ഇറ്റ്സ് ഓക്കെ.
അശ്വിൻ 1.5 ലക്ഷത്തിൽ അവിടെ ബോട്ട് സെറ്റ് ചെയ്തു. അത് കണ്ട മാമൻ എന്തോ പറഞ്ഞു? എടാ പേടിയാണ് എടാ ഞാൻ നോക്കിയപ്പോഴാന്നേല് അവിടെ ആകെ ഒരു ബോട്ടേ ഉള്ളൂ. 2 ബോട്ടും കൂടെ ഇറക്കിയ അയാൾക്ക് കഞ്ഞൂടി മുട്ടി കിട്ടും. അയാളടുത്തൊരു ജീവിച്ചു പോണെന്ന് നിനക്ക് കാണണം. എടാ അങ്ങനെ ഇപ്പൊ തന്നെ എത്ര രൂപ ഉണ്ടായി കാണും? ഓ, നമ്മള് ചെന്ന് ഇറങ്ങിയപ്പോ 600 രൂപയായി. അല്ല, 1 മണിക്കൂറിൽ ഒരു 4 പേരെ കൊണ്ടുപോയി തന്നെ 1 മണിക്കൂർ ഉണ്ടെങ്കിൽ 800. 4 സെറ്റ് പോയാ ഞാൻ അങ്ങനെ കയ്യൊക്കെ ഇരിക്കുന്നുണ്ടാ മസിൽ. ഇങ്ങനെ ഒരു പ്രാവശ്യം പിടിക്കുമ്പോ വെയിൻ ചാടി വരുന്നു. ഞാൻ എങ്ങനെ കാണിക്കൂടാ ഇത്? താഴെ ചെരിഞ്ഞ് അതല്ല, വീഡിയോയില് ഞാൻ എങ്ങനെ കാണിക്കും? കണ്ടാ അജിം ബ്രോ, ഇന്നത്തെ ദിവസം ഫുള്ളി എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് നമ്മൾ സത്യം പറഞ്ഞ ഡോഗ് അഡോപ്ഷൻ എന്ന് പറഞ്ഞൊക്കെയാണ് ഇറങ്ങിയത്. പക്ഷെ ഇന്ന് നമ്മള് നമ്മുടെ ഒരു സുഹൃത്ത് വന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് കാശിന്റെ ഫ്രീഡവും പിന്നെ നല്ല ഫ്രണ്ട്സും നല്ല ഇന്റൻഷനൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്തോ പെട്ടെന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. ഇത് എപ്പോഴും ചെയ്യാനായിട്ട് അപ്പം നമുക്ക് എന്തൊക്കെയായിരിക്കും വേണ്ടത്? ഫ്രീഡം വേണം, കാശിന്റെ ഒരു പഞ്ഞമോ കാര്യങ്ങളൊന്നും ഒരു സമയത്തും ഒരു സ്റ്റേജ് ലൈഫിന്റെ ഒരു സ്റ്റേജിലും വരാതിരുന്നു കഴിഞ്ഞാൽ ദിവസമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരുന്ന നമുക്ക് എവിടെ വേണോ പോവാം, എന്ത് വേണോ ചെയ്യാം. പിന്നെ തന്നെ നമ്മൾ ചുമ്മാ കണ്ടുമുട്ടിയതാണ്. അപ്പൊ നമ്മളെ കൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് പോയി ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിനക്കെന്ത് തോന്നുന്നു? ഇന്ന് വളരെ ഒരു നൈസ് ദിവസമായിരുന്നു. ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം ഒന്ന് റിലീവ് ചെയ്ത പോലെ ഉണ്ട്. ടോബി, നിനക്കോ? നല്ല പ്ലേസ് ആയിരുന്നു. നല്ല കാറ്റും തണുപ്പും പ്രകൃതി രമണീയതയും ഒരു മനസ്സിനൊരു സമാധാനം. മേ ബി ഭയങ്കര ഗുഡ് ആയിട്ടുള്ള ഇന്റൻഷൻസ്, നല്ല സുഹൃത്തുക്കൾ, കാശ് അല്ലേ? ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടിയ ഇതൊക്കെ ഇതിനപ്പുറം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. എന്തൊക്കെ ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും ഇപ്പം. നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. Ajin signing off from